യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ഫാമിലിയാണ് ലക്കി ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫാമിലി. അവരൊരുമിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. രണ്ട് മക്കളും അവരുടെ ഭാര്യമാരും അച്ഛനും അമ്മയൊക്കെ ചേർന്നിട്ട് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ഭയങ്കരമായിട്ട് ഏകദേശം 5 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ കൂടിയാണ്. എന്തായാലും അതിനകത്ത് കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഇളയ പയ്യനാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മൂത്ത ഒരു ചേട്ടൻ എന്ന് പറയുന്നത് പട്ടാളത്തിലൊക്കെയാണ്. ചേട്ടത്തിയും അതുപോലെ തന്നെ കിച്ചുവിൻ്റെ വൈഫും അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് കുറേയധികം വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു അവരെ കുടുംബത്തിലൊരു വീട് പുതിയതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാല് കാച്ചും അതിൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഈ ഇളയ പയ്യനായിട്ടുള്ള കിച്ചു അതുപോലെ തന്നെ വൈഫും കൂടി കേക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ചേട്ടത്തിക്ക് ഇതേ കണക്ക് കൊടുക്കുന്ന സമയത്ത് ഈ കിച്ചു, അതായത് അനിയനുണ്ടെങ്കിൽ കേക്ക് കൊടുക്കുമ്പോഴത്തേന് കഴിക്കുന്നുണ്ട്, പക്ഷേ ഈ കിച്ചുവിൻ്റെ വൈഫ് കൊടുക്കുന്ന സമയത്ത് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആ ഒരു വീഡിയോയ്ക്ക് ശേഷം കുറേയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഏട്ടത്തി എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്, കിച്ചു ഈ അനിയൻ്റെ കൂടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്, മറ്റേ പെൺകുട്ടി വൈഫിനെ എന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, ഇവർ തമ്മിൽ എന്താണ് ബന്ധം, എപ്പം നോക്കിയാലും ഈ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഇളയ പയ്യനുണ്ടെങ്കിൽ എപ്പോഴും ഈ ചേട്ടത്തിയുടെ പിറകെ നടക്കുന്നത് എന്തിനാ, ഇവർ തമ്മിൽ എന്തൊക്കെയോ വേണ്ടാത്ത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കുറേയധികം കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അവരുടെ മെയിൻ ചാനലിലും ആ ഒരു വീഡിയോയുടെ താഴെ പോയിട്ട് കുറേയധികം പേര് മോശമായിട്ടുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലും കുറേ പേര് മെസ്സേജ് ഇട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് കുറേയധികം ചർച്ചാ വിഷയമായ സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു ലക്കി ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ തന്നെ 2 മരുമക്കളും കൂടി ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്തേക്കുവാണ്. ആ ഏട്ടത്തിയും പിന്നെ കിച്ചുവിൻ്റെ വൈഫും കൂടി ചേർന്നിട്ട് ഒരുമിച്ചൊരു വീഡിയോ ചെയ്തേക്കുവാണ്. ഞങ്ങളുടെ വീട്ടിലെ പാലുകാച്ച് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോസിന് താഴെ വന്ന കമൻറ്റ്സ് വളരെ മോശമായിരുന്നു. കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്നുള്ളൊരു കാര്യം, അത് ഞങ്ങൾക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നിയെന്നും അവർക്കും ഇതിനെക്കുറിച്ച് വീഡിയോയിൽ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് അവർ വീഡിയോ ഒന്നും വരാഞ്ഞതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഏട്ടത്തിയാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. കിച്ചു എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അനിയനെ പോലെ തന്നെയാണ്. ഞാനുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എൻ്റെ അനിയനെ പോലെയാണ്, അവനുമായിട്ട് ഭയങ്കരമായിട്ട് സമയം ചിലവഴിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇവരുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇവളെ ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ എൻ്റെ അടുത്താണ് ആദ്യമേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാണ് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് ഞാൻ അവനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഇപ്പോൾ കുറേയധികം പേര് ഈ കമൻസിലൊക്കെ വന്നിട്ട് ഇത്ര മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്തുള്ളവരാണ് ഇതുപോലത്തുള്ള കുറേയധികം രീതിയിൽ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതുപോലെ കാണുന്നവരൊക്കെ ഉണ്ടെന്നറിയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ചേട്ടത്തിയും അതുപോലെ തന്നെ കിച്ചുവിൻ്റെ വൈഫും പറയുന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് കമൻ്റ് ഇടുന്ന കാണുമ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഇത് കാണുന്ന സമയത്ത് അവർക്കും എന്തുമാത്രം വിഷമം, അതായത് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളത് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം. കാരണം അവർ സഹോദരങ്ങളാണ്. ഞങ്ങൾ എല്ലാവരും ഒരു അത്രയും ബോണ്ടായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അവരെ വീട്ടിൽ. അപ്പം ഇത് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കമൻറ്റ്സ് ഇടുന്നത്. എല്ലാവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് എല്ലാവരും നല്ല, പക്ഷെ എന്നാലും കുറേയധികം പേര് ഇത് കണക്ക് വന്നിട്ട് മോശമായിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ചിന്താഗതിയൊക്കെ ഉള്ളവർ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കമൻറ്റ്സ് ഇടുന്നുണ്ട്. ഒരു അനിയനും ഒരു ചേട്ടത്തിയും തമ്മിലുള്ള ബന്ധം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ തരം താഴ്ന്നു ഇന്നത്തെ സമൂഹം എന്നുള്ള രീതിയിലായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടാൽ പോലും ഞങ്ങളെപ്പറ്റി ഇനി മോശമായിട്ട് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെ വരുന്നെങ്കിൽ വന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിനു മുമ്പ് അവൻ കല്യാണം കഴിച്ച സമയത്ത്, കിച്ചു കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഈ പുതിയതായിട്ട് വന്നു ഇപ്പം കിച്ചുവിൻ്റെ വൈഫായിരുന്നു പ്രശ്നക്കാരി. അവളുടെ വീഡിയോ ഒക്കെ വന്ന സമയത്ത് ഈ പെൺകുട്ടി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ചു, ഇങ്ങനെ എന്താ മുഖം വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ അന്ന് ഈ പെൺകുട്ടിക്കെതിരെയായിരുന്നു കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കെതിരെയാണ്. എന്തായാലും ഇതിങ്ങനെ കണ്ടിന്യൂ ആവും എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, ഇതേ കണക്ക് ആർക്കും മെസ്സേജ് അയക്കാനൊന്നും നിൽക്കരുത്. ഞങ്ങളുടെ നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തെ തകർക്കാൻ വേണ്ടി കുറേയധികം പേര് ശ്രമിക്കുന്നുണ്ട്.
അത് എന്തൊക്കെ നടന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പോവും. പിന്നെ നിങ്ങൾക്ക് പറയേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.